ISROയ്ക്ക് ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷമാണ് എന്നറിയാം. ഇന്ന് ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS 8ന്റെ വിക്ഷേപണം നടക്കുകയാണ്. ഇന്ന് കുതിച്ചുയരുന്നത് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് SSLVയിലാണ്. ദുരന്ത നിവാരണത്തിനും പരിസ്ഥിതി നിരീക്ഷണത്തിനും ഇത് മുതൽക്കൂട്ടാവും. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ശ്രീഹരിക്കോട്ടയിൽ നിന്നും ഇപ്പോൾ SSLVയിൽ വിക്ഷേപണം നടന്നിരിക്കുന്നു. SSLV तीसरी उड़ान SSLV की अपनी विश्वसनीयता सिद्ध करते हुए यह प्रमोचन यान निकल चला है अपनी उद्देश्य कक्षा की ओर. The action time of SS1 is 115 seconds. Flex nozzle for pitch and yaw steering. Fin tip actuation for the passive roll control. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ദൗത്യത്തിനായിട്ടാണ് EOS 8ന്റെ വിക്ഷേപണം ഇപ്പോൾ നടന്നിരിക്കുന്നത്. प्रथम चरण का निष्पादन पूरी तरह सामान्य. इसका कार्यकाल लगभग 115 सेकंड का होगा. इस दौरान यह लगभग 2500 किलोन्यूटन का प्रणोद उत्पन्न करता हुआ यान को दिशा की ओर ले जा रहा है. An altitude of close to 68 kilometers in 114 seconds. Plus 2 minutes. Shar and Trivandrum tracking stations are currently acquiring the data. Stage ignited, first stage separated. जी हाँ, इस कड़ी में जैसा निर्धारित था द्वितीय चरण का प्रज्वलन शुरू हो चुका है तथा प्रथम चरण को सफलतापूर्वक यान से पृथक कर दिया गया है. We now have the confirmation of the completion of action of first stage, its separation, and the second stage already has commenced its operation. द्वितीय चरण भी ठोस नोदक पर आधारित चरण है. इसमें लगभग 7.7 टन का ठोस नोदक है और इस प्रज्वलन के दौरान 234 किलोन्यूटन का प्रणोद उत्पन्न कर रहा है. The payload fairing has been separated from the ongoing launch vehicle. SS2 currently operational. यहाँ भूष्मा कवच की कोई आवश्यकता नहीं रह गई है, जैसे कि यान घने वातावरण से बाहर जा चुका है तो इसे यान से पृथक कर दिया गया है. सभी तंत्र सामान्य रूप से कार्य कर रहे हैं. वर्तमान में द्वितीय चरण SSLV का प्रज्वलनरत है. Around 200 kilometers altitude. Shar, Trivandrum and Port Blair stations have currently the visibility of the flight path. ഹമായ EOS 8 SSLV D3 ശ്രീഹരിക്കോട്ടയിൽ നിന്നും EOS 8നെയും വഹിച്ചുകൊണ്ട് SSLV വിക്ഷേപണം നടന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കൂടുതൽ വിവരങ്ങൾ ഉമൈബാൻ നൽകും. ഉമൈബാൻ, ഏതൊക്കെ മേഖലകളിൽ പ്രധാനപ്പെട്ട നിർണായകമായ പങ്കുവഹിക്കാൻ അല്ലെങ്കിൽ പുതിയ കണ്ടുപിടുത്തങ്ങൾക്കും പുരോഗതിക്കും വഴിവെക്കുന്ന തരത്തിലാണ് ഈ പുതിയ EOS 8ന്റെ വിക്ഷേപണം? മോദി, ഏറ്റവും ചരിത്രപരമായിട്ടുള്ള അതുപോലെ തന്നെ സുപ്രധാനമായിട്ടുള്ള ഒരു നിർണായക ദൗത്യത്തിനാണ് നമ്മൾ ഇപ്പോൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ഇസ്രോ വികസിപ്പിച്ച ഏറ്റവും പുതിയ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് ഈ EOS 08. അതാണ് അതിന്റെ വിക്ഷേപണമാണ് ഇപ്പോൾ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് നടന്നിരിക്കുന്നത്. ഇത് SSLV D3 റോക്കറ്റിലൂടെയാണ് വിക്ഷേപിച്ചിരിക്കുന്നത്. ഈ ഉപഗ്രഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഒരു വർഷം നീളുന്ന ഒരു സ്പേസ് ക്രാഫ്റ്റ് ദൗത്യമാണ്. ഒരു വളരെ ചെറിയൊരു ഉപഗ്രഹമാണ്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഈ മൈക്രോ സാറ്റലൈറ്റ് രൂപകൽപ്പന ചെയ്യുക, അത് വികസിപ്പിക്കുക. അതാണ് ഈ EOS 08 എന്ന ഈ ഉപഗ്രഹത്തിന്റെ ഒരു സുപ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഈ ദൗത്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ സ്പേസ് ക്രാഫ്റ്റ് ഇസ്രോ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഒരു ചെറു ഉപഗ്രഹമായ EOS 08ന് ഇപ്പോൾ 175.5 കിലോഗ്രാം മാത്രം ഭാരമാണ്. ഇസ്രോയുടെ ഒരു ചെറിയ ഉപഗ്രഹമാണ് എന്ന് തന്നെ പറയാം. ഇതിൽ 3 പെലോഡുകളാണ് മെയിൻ ആയിട്ട് ഉണ്ടാകുക എന്നുള്ളതാണ്. ഈ EOS 08നെ ഭ്രമണപഥത്തിൽ എത്തിക്കാൻ ഉപയോഗിക്കുന്ന ഈ SSLV
SSLV എന്ന് പറയുന്നത് ഒരു ചെറിയ റോക്കറ്റാണ്. അതിന്റെ ഏറ്റവും മൂന്നാമത്തെയും അവസാനത്തെയുമായിട്ടുള്ള ഒരു വിക്ഷേപണമാണ് ഇത് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ SSLV D3 എന്നുള്ള വിക്ഷേപണം എന്ന് ഇതിന് പറയുന്നത്. എന്തായാലും ഇസ്രോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമാണ് എന്ന് തന്നെ പറയാം ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതെന്തായാലും വിജയകരമായിട്ടുള്ള ഒരു വർഷത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു ദൗത്യത്തിനാണ് ഇസ്രോ ഇപ്പോൾ ഈ വിക്ഷേപണത്തിലൂടെ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ഒരു ചെറിയ റോക്കറ്റിലൂടെ തന്നെയാണ് ഇതിന്റെ വിക്ഷേപണം എന്നുള്ളതും ഒരു ചെറിയ ഉപഗ്രഹമാണ് വിക്ഷേപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇസ്രോയുടെ ഏറ്റവും പുതിയ ഒരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് ഇപ്പോൾ വിജയകരമായി ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചിരിക്കുന്നത്. മോത്തി. ശരി ഉമേബാൻ, ഏതായാലും വളരെ അഭിമാനകരമായ മറ്റൊരു നിമിഷത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. ISROയ്ക്കും ഇത് അഭിമാന നിമിഷമാണ്. ISROയുടെ SSLV D3യിലൂടെയാണ് EOS 8 എന്ന ചെറു ഉപഗ്രഹം ഇപ്പോൾ വിക്ഷേപിച്ചിരിക്കുന്നത്. ശ്രീഹരിക്കോട്ടയിൽ നിന്നും